ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പോണത് സ്കോട്ട്ലൻഡിലേക്കാണ്. ഇവിടെ ഞാൻ താമസിക്കുന്ന യോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ സ്കോട്ട്ലൻഡിലേക്ക്. നമ്മളിവിടുന്ന് ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോണത്. ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും ഒരു ബോർഡറുണ്ട്. ആ സ്ഥലത്തെ കടൽ കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഭയങ്കര നീലക്കടൽ, അതിൻ്റെ മുകളിൽ ഒരുപാട് പച്ചപ്പ് വിരിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നല്ല അസാധ്യ വ്യൂ ആണ് ശരിക്കും ഇതിന്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്ന് വ്യൂ ഒക്കെ കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ എഡിൻബ്രോ എത്തി കേട്ടോ. എഡിൻബ്രോ എന്നാണ് ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ എഡിൻബ്രോ പോയി. അവിടെ ഒരു കാസിലുണ്ട്. കാസിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാസിലിൽ പോകണം. പക്ഷേ ഒരു അബദ്ധം പറ്റിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാസിൽ ഓൾറെഡി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. നമുക്ക് ജസ്റ്റ് പുറമേ നിന്ന് കാണാമെന്നേ ആയിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിത് കാസിൽ പുറമേ നിന്ന് ഇത് കണ്ടോ, നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗൊക്കെ അവിടെ അവർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫ്ലാഗ് വേറെ സ്ഥലത്ത് കാണാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വിസ്കി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കയറി. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഇതായിരുന്നു, സ്കോട്ടിഷ് വിസ്കികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളിത് അതിനകത്ത് കയറി ഒരുപാട് വിസ്കികൾ കണ്ടു. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഭയങ്കര പൈസയാണ്, ലക്ഷങ്ങൾ നമ്മൾ കൊടുക്കണം ഇതിനൊക്കെ. നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിനകത്ത് കയറുക, എല്ലാം കണ്ട് ഇത്ര വർഷം പഴക്കം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ എല്ലാം കണ്ട് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പോയത് ഒരു ക്യാമറ ഇല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. ഇത് ബിഫോർ മാരേജ് ആഫ്റ്റർ മാരേജ് പറഞ്ഞിട്ടൊരു സംഭവം. ഇത് തല തിരിച്ചു പിടിച്ച സിംഹം മുയലും വരും, അങ്ങനത്തെ ഒരിത്. ഇതിലൊരു സ്വിച്ചാണ്, അങ്ങനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പട്ടി പാട്ട് പാടും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. ഇത് ഒരുപാട് മിറേഴ്സ് ഉണ്ട്. മിറേഴ്സിൽ നമ്മളെ ചെറുതായിട്ട് കാണിക്കും, നമ്മളെ തടിയുള്ളതായിട്ട് കാണിക്കും, സ്കിന്നുള്ളതായിട്ട് കാണിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ. നമ്മൾ ഒരുപാട് എണ്ണമായിട്ട് കാണാൻ പറ്റും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. എൻ്റെ ഇതൊക്കെ കണ്ടിട്ടില്ല, ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. ഇത് നമ്മൾ അടുത്തത് പോയത് ഒരു മിററിൻ്റെ സംഭവം. നമ്മൾ ഇതിനകത്ത് കൂടെ കയറി ഇതിൻ്റെ പുറത്തിറങ്ങണം. അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് വേണം കണ്ടുപിടിക്കാം, അവിടെ ഇങ്ങനെ പോയി ഇടിച്ചാലോ. പക്ഷെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചോട്ടോ ഒരു തരത്തിൽ. ആദ്യം ഞാനൊരു സ്ഥലത്ത് കയറിയെങ്കിലും ഞാൻ അതിൻ്റെ എക്സിറ്റാണ് വിചാരിച്ചത്, പക്ഷെ അതിൻ്റെ എക്സിറ്റ് ആയിരുന്നില്ല. പക്ഷെ പിന്നെ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അങ്ങനെ ഇറങ്ങി. ഇത് ആ ഇല്യൂഷൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഡിൻബ്രോ സിറ്റി ഫുള്ളായിട്ട് കാണാൻ പറ്റും. ശരിക്കും നല്ല വ്യൂ ആട്ടോ അതിൻ്റെ മുകളിൽ നിന്ന്. ഞങ്ങൾ എന്നിട്ട് അതിനകത്ത് നിന്ന് ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ തനതായ മ്യൂസിക്, നമ്മുടെ സ്കോട്ട്ലാൻഡിൻ്റെ തനതായ മ്യൂസിക്. നമ്മൾ കുറച്ച് നേരം മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് നമ്മൾ ലാസ്റ്റ് വന്നത് വിക്ടോറിയ സ്ട്രീറ്റോട്ടാട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് നമ്മൾ ഇന്നത്തെ പരിപാടി അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു. ബൈ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ ഫ്രണ്ട്സ്.